ദയവ് ചെയ്ത് ഈ പറയാൻ പോകുന്ന കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങൾ സമ്പാദിച്ചിട്ടുള്ള എമൗണ്ട് എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തട്ടേണ്ടി വരും. 25% വരെ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. 51 ഇൻഷുറൻസ് പാർട്ണേഴ്സ് ഇതിലുണ്ട്. അതിൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുത്ത് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള സൗകര്യവും തന്നിട്ടുണ്ട്. ഇത് മാത്രോ, ഇങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ആയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വിഷമം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കഴിയുന്നതും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചികിത്സക്ക് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ വരുന്ന ചെലവ് ആ ഒരു ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പോളിസിക്ക് അനുസരിച്ച് ഒരു എമൗണ്ട് വർഷത്തിൽ നമ്മൾ പേ ചെയ്യണം. അതിന് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപോലെയല്ല. ഫെസിലിറ്റിയിലും എമൗണ്ടിലും കിട്ടുന്ന സർവീസിലെല്ലാം മാറ്റം ഉണ്ടാവും. ഇനി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി എടുക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ എടുക്കുന്ന വഴിക്കനുസരിച്ച് പ്രീമിയത്തിന്റെ എമൗണ്ടിലും മാറ്റം ഉണ്ടാവും. സാധാരണ അധിക പേരും ഏജന്റ് മുഖാന്തരം എടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഏജന്റ് മുഖാന്തരം എടുക്കുന്നേക്കാൾ എത്രയോ എമൗണ്ട് കുറഞ്ഞുകൊണ്ട് ഓൺലൈൻ വഴി എടുക്കാം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. മാസത്തിൽ വെറും 390 രൂപ അടച്ചാൽ 1 കോടി വരെ കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മുടെ പ്രായത്തിനും ആരോഗ്യത്തിനൊക്കെ അനുസരിച്ചും ഇനി വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ അടക്കുന്ന പ്രീമിയത്തിൽ മാറ്റം ഉണ്ടാകും. തീർച്ചയായും ഓൺലൈൻ വഴി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷുള്ള ലാഭവും ബെനിഫിറ്റും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റോട് കൂടിയും അപ് ടു 25% ഡിസ്കൗണ്ടോട് കൂടിയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ട്രസ്റ്റബിൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓൺലൈൻ വഴി എടുക്കുമ്പോഴുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു ഏജന്റിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടൈപ്പ് ആയി നിൽക്കുന്ന കുറച്ച് കമ്പനികളുടെ പ്ലാൻ ആയിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. എന്നാൽ ഞാൻ ഈ കൊടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ 51 ഇൻഷുറൻസ് പാർട്ണേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുത്ത് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ കമ്മീഷനും മറ്റ് അൺനെസസറി എക്സ്പെൻസുകളും ഒഴിവാക്കാം. ഇനി നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും 80D പ്രകാരം 75,000 രൂപ വരെ ടാക്സ് ബെനിഫിറ്റും കിട്ടും. നിങ്ങൾ NRI ആണെങ്കിൽ 18% GSTയിൽ ഇളവും കിട്ടും. ഇതിനൊക്കെ പുറമെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24/7 കസ്റ്റമർ സപ്പോർട്ടും ഉണ്ടാകും. ഇനി ഒരു ക്ലൈം സപ്പോർട്ട് ആവശ്യം വന്നാൽ വെറും 30 മിനിറ്റിനുള്ളിൽ അതിനുള്ള സൗകര്യം ചെയ്യും. തീർന്നിട്ടില്ല, ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറെയും ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഈ പറഞ്ഞതെല്ലാം കിട്ടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മാർക്കറ്റിലുള്ള ഏതൊരു കമ്പനിയുടെയും ഇൻഷുറൻസ് പോളിസി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. ഈ പറഞ്ഞതും ഇതിനപ്പുറമുള്ള ബെനിഫിറ്റുകൾ ഇതിലുണ്ട്. ഓക്കെ, ഇനി ഈ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ നല്ലൊരു ഇൻഷുറൻസ് എടുക്കാമെന്നും മറ്റ് അഡീഷണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതും കാണിച്ചു തരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ പറയാൻ പലതുണ്ട് കാര്യം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും ഈ ലിങ്ക് മുഖാന്തരം പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ പുറമെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഗൂഗിളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒറിജിനൽ പ്ലാറ്റ്ഫോം ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ പണി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് ആയിരിക്കും വരിക. ഇതിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആർക്കാണ് പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് തന്നെ ഫാമിലിയിൽ ആർക്ക് വേണമെങ്കിലും ഇതിലൂടെ എടുക്കാവുന്നതാണ്. ഞാൻ എനിക്ക് തന്നെ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ സെൽഫ് എന്നുള്ള സെലക്ട് ചെയ്തു, അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ശേഷം ഇവിടെ ഏജ് ചോദിക്കുന്നുണ്ട്. ആ ഏജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ എന്ന് കൊടുക്കുക. നിങ്ങളുടെ ലൊക്കേഷന്റെ പിൻകോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ പ്ലേസ് വരും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി കൊടുക്കുകയാണ് വേണ്ടത്. അതായത് BP ഉണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ, സർജറി വല്ലതും കഴിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ളതല്ല. ഈ മെഡിക്കൽ ഹിസ്റ്ററി കൊടുക്കുമ്പോൾ 100% സത്യസന്ധമായിട്ട് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ക്ലെയിം ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പല കമ്പനികളുടെ ഒരുപാട് പ്ലാനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് പരിചിതമായിട്ടുള്ള ഏകദേശം എല്ലാ കമ്പനികളും ഇതിലുണ്ട്. ഇവർ തന്നെ ഒരുപാട് പ്ലാനുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എല്ലാം ഒന്നും നമുക്ക് വേണ്ട രീതിയിലൊന്നും അല്ലായിരിക്കും. അപ്പൊ അത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ ഫിൽട്ടേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ അതെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ പ്ലാനുകൾ സെപ്പറേറ്റ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാം. എത്ര രൂപയുടെ കവറേജ് വരെ ഉള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്, റൂം റെന്റ് ടൈപ്പ് ഏതാണ്
നിങ്ങൾക്ക് വേണ്ടത്, പോളിസി ബെനിഫിറ്റ് എങ്ങനെയൊക്കെയാണ്, അതിൽ തന്നെ നിങ്ങൾക്ക് നോ ക്ലെയിം ബോണസ് ഉള്ളത് വേണോ, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് വേണോ, അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഏകദേശം മാസം നിങ്ങൾക്ക് എത്ര പ്രീമിയം വരെ അടക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോർട്ട് ചെയ്യാനാണോ, നിലവിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അത് അത്ര പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി നിലവിലുള്ള അസുഖത്തിന് എത്ര പീരിയഡിന് ശേഷമാണ് നിങ്ങൾക്ക് കവറേജ് കിട്ടേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയുന്ന ഏകദേശം എല്ലാ കമ്പനികളും ഇതിലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കമ്പനികൾ ഉണ്ടാവും. അപ്പോൾ അത് മാത്രം അതിന്റെ പ്ലാൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം കൊടുത്തിട്ട് ഇവിടെ താഴെ അപ്ലൈ ഫിൽറ്റേഴ്സ് എന്നുള്ള കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, ആ കൊടുത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉള്ള പ്ലാനുകൾ ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ധാരാളം പ്ലാനുകളിൽ നിന്ന് നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അതിലുണ്ടോ, പിന്നെ അങ്ങനെ കൊടുത്തിട്ടൊക്കെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതിൽ നേരെ ഫിൽറ്ററിൽ പോയിട്ട് ആവശ്യമുള്ള കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ കിട്ടുന്ന പ്ലാനുകളിൽ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ആൾ ഫീച്ചേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എത്ര കവറേജ് ഉണ്ട്, എന്തൊക്കെയാണ് ഇല്ലാത്തത്, ലിമിറ്റേഷൻസ്, ബോണസ്, അങ്ങനെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സിറ്റിയിൽ ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലെയിം ചെയ്യേണ്ട ഇതിന്റെ പ്രോസസിങ് എങ്ങനെയാണെന്നുള്ള ഫുൾ A to Z കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലാനൊക്കെ നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്ന 2-3 കണ്ടു. അപ്പൊ അതിൽ ഏതാണ് നല്ലതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആഡ് കമ്പയർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ ആഡ് ആവും. അതിനുശേഷം കമ്പയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള എന്തെല്ലാം ഡിഫറൻറ്റ് ആണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് വളരെ ഉപകാരപ്പെടുന്നതാണല്ലേ, കാരണം നമുക്ക് പറ്റിയതിൽ ഏറ്റവും നല്ലൊരു പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതിന്റെ സംഭവം മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു പ്ലാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെലക്ട് ചെയ്ത പോളിസിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കവറേജ് ഇവിടെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ ഒരു വർഷത്തിനാണോ 2 വർഷത്തിനാണോ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി വല്ല ആഡ് ഓൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം. ചെറിയ എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ആഡ് ഓൺസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് അത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു പ്രൊപ്പോസൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ചോദിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ എന്നുള്ളത് കൊടുക്കുക. ഇനി ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ പുക വലിക്കാറുണ്ടോ, BP ലോ ആണോ ഹൈ ആണോ, അങ്ങനെ ഒരുപാട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെല്ലാം 100% കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്ത് ഒരു നോമിനിയുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ റിവ്യൂ ആൻഡ് പേ കൊടുത്ത് ഡിക്ലറേഷൻ രണ്ടും ടിക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കും. അത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഏകദേശം എല്ലാ രീതിയിലുള്ള പേയ്മെന്റ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ഡൺ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളോട് കുറച്ച് ഡോക്യുമെന്റ് ചോദിക്കും. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ID പ്രൂഫ്, അങ്ങനെയുള്ളതല്ല. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇവിടെ ടിക്ക് ചെയ്ത് അപ്ലോഡ് KYC ഡോക്യുമെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജിനുള്ള റിക്വസ്റ്റ് സബ്മിറ്റ് ആയി. ഈ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ 24 ഹവേഴ്സിനുള്ളിൽ വെരിഫൈ ചെയ്ത് പോളിസി ഇഷ്യൂ ചെയ്യും. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇവരുടെ സപ്പോർട്ടിംഗ് ടീമും റിലേഷൻഷിപ്പ് മാനേജറും നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കളക്ട് ചെയ്യും. ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇമെയിലേക്ക് നിങ്ങൾക്ക് മെയിൽ വരും. അത് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് ഹെൽത്ത് കാർഡ്, പോളിസി ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാം വരും. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, നമുക്ക് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെറിയ ടൈം കൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കുറഞ്ഞ എമൗണ്ടിന് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പരിചിതമായുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ഏതൊരു മാർക്കറ്റിൽ ഏതൊരു കമ്പനിയുടേതും ഈ ഒരു പ്ലാറ്റ്ഫോം മുഖാന്തരം എടുക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം കിട്ടുകയും ചെയ്യും. ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റിയ നല്ലതും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. കഴിയുന്നത് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഈ ഒരു സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചെലവില്ലാതെ കാര്യം നടക്കും. ചുരുങ്ങിയത് ഒരു 5 ലക്ഷത്തിന്റെയെങ്കിലും വേണം. പിന്നെ നിങ്ങളുടെ വരവ് ചെലവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ എടുക്കാവുന്നതാണ്. കുറെ പേർക്ക് കമ്പനി ഇൻഷുറൻസ് ഉണ്ടാവും, അതിന് വലിയ ബെനിഫിറ്റ് ഒന്നും കാണില്ല. മാത്രമല്ല ഇപ്പോഴുള്ള കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറൊരു പുതിയ കമ്പനിയിലേക്ക് കയറുമ്പോൾ പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന് വീണ്ടും 3 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. ആർക്കും വരാതിരിക്കട്ടെ. ഒരു ഫാമിലി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോളിസീസ് ഒന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം. എല്ലാ ഇൻഷുറൻസ് കമ്പനിയും നോക്കി നമുക്ക് ബെനിഫിറ്റ് ഉള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണ്ടവർക്കൊക്കെ എടുക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഡൗട്ടിനെ ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ മേക്ക് ചെയ്യാവുന്നതാണ്.
പറ്റാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.